ബിജെപിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ മാർച്ച് 24-ന് പ്രഖ്യാപിക്കും. 23-ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം സമർപ്പിക്കാം. കേന്ദ്രം നിർദ്ദേശിക്കുന്നയാൾ മാത്രം നാമനിർദ്ദേശം സമർപ്പിച്ചാൽ 24-ന് സംസ്ഥാന കൗൺസിൽ പുതിയ അധ്യക്ഷനെ അംഗീകരിക്കും. പ്രസിഡൻഷ്യൽ ഭരണരീതിയിൽ അധിഷ്ഠിതമായ കേഡർ പാർട്ടിയായ ബിജെപിയിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമേ നടക്കൂ. മാർച്ച് 24-ന് സംസ്ഥാന കൗൺസിൽ വിളിക്കാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതിയ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള യോഗമാണ്. മാർച്ച് 23-നാണ് നാമനിർദ്ദേശം സമർപ്പിക്കാനുള്ള ദിവസം. മുൻകാലത്തെല്ലാം കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാവെത്തി പുതിയ അധ്യക്ഷന്റെ കാര്യത്തിൽ അഭിപ്രായമുണ്ടാക്കാനുള്ള സമന്വയ യോഗം നടത്താറുണ്ടായിരുന്നു. ഇത്തവണ ആ രീതി വേണ്ടെന്ന തീരുമാനത്തിലാണ്. ആരെ ബിജെപി സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന് കേന്ദ്ര നേതൃത്വം വിവിധ തലത്തിൽ അഭിപ്രായ സ്വരൂപണം ഇതിനോടകം നടത്തി ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി തിരുവനന്തപുരത്തെത്തും. കേന്ദ്രം നിർദ്ദേശിക്കുന്നയാളോട് മാർച്ച് 23-ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം സമർപ്പിക്കാൻ ആവശ്യപ്പെടും. കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുന്ന ഒരാൾ മാത്രമാണ് നോമിനേഷൻ നൽകുന്നതെങ്കിൽ 23-ന് തിരുവനന്തപുരത്ത് ചേരുന്ന ബിജെപി സംസ്ഥാന കൗൺസിൽ അംഗീകാരം നൽകും. ഔദ്യോഗിക നടപടിക്രമം മാത്രമേ ഉണ്ടാകൂ. ഇനി കേന്ദ്ര നേതൃത്വത്തെ ധിക്കരിച്ച് ഒന്നിലധികം പേർ നോമിനേഷൻ നൽകിയാൽ കേരള ബിജെപിയിൽ അസാധാരണ സാഹചര്യം ഉടലെടുക്കും. 5 വർഷമായി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുള്ള കെ സുരേന്ദ്രൻ തുടരുമെന്ന പ്രചാരണം അവരുടെ ക്യാമ്പ് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും സാധ്യത കുറവാണ്. 5 വർഷത്തെ ഒരു തവണയായി പരിഗണിക്കണമെന്ന മാനദണ്ഡം കേന്ദ്ര നേതൃത്വം മാറ്റിയിട്ടുണ്ട്. അതിനാൽ മുതിർന്ന നേതാവായ ജനറൽ സെക്രട്ടറി MT രമേശിന് ഇത്തവണ സാധ്യതയേറെയാണ്. കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ മുതിർന്ന നേതാവ് V മുരളീധരന്റെ പിന്തുണയും രമേശിനുണ്ട്. തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ പേരും കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിലെത്തി. വനിതയെ പരിഗണിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ അവർക്ക് സാധ്യതയുണ്ട്. എന്നാൽ ശോഭയ്ക്കെതിരായ വികാരം 2 ഗ്രൂപ്പുകളും കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വർഷത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം പരിഗണിച്ചാൽ V മുരളീധരനെ അധ്യക്ഷനാക്കാനുള്ള സാധ്യതയും മുരളീധര പക്ഷം തള്ളുന്നില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പരിഗണനയിൽ വന്നെങ്കിലും രാഷ്ട്രീയ പരിചയമില്ലായ്മ എതിരാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.